അന്ന് ഇപ്പോൾ വധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ രാവിലെ 6 മണിക്ക് കണ്ണൂരിലെത്തി ഈ പ്രദേശത്ത് അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടെത്തിയ ആളുകളാണ്. പ്രിയങ്കരനായ ഷാജിയുടെ കൂടെ, അതുപോലെ തന്നെ അബ്ദുൽ ഖാദർ മൗലവിയുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെയും കൂടെ ഞങ്ങൾ MSFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു സംഘം ആളുകൾ കൂടി ഉണ്ടായിരുന്നു. ഇവിടെ മറവ് ചെയ്യുന്ന സമയത്ത് പോലും ഈ പ്രദേശത്ത് കൂടി അന്ന് CPMകാർ കാണിച്ചു കൂട്ടിയ അതിക്രമങ്ങൾ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങൾ പോലീസുകാരോട് പറയുമ്പോൾ പല പോലീസുകാരും യൂണിഫോമിൽ വന്ന പല പോലീസുകാരും CPM പ്രവർത്തകരാണ് എന്നതിലുള്ള ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളാണ് ഈ പ്രദേശത്തു നിന്ന് ലഭിച്ചത്. ഒരു മനുഷ്യന്റെ മയ്യത്ത് കബറടക്കുമ്പോൾ അതിന് ആദരവ് നൽകുക എന്നുള്ളത് സംസ്കാരമുള്ള ഒരു ജനതയുടെ ഏറ്റവും വലിയ കർത്തവ്യമാണ്. മരിച്ച മയ്യത്തിനോട് പോലും ഏത് കഠിന ഹൃദയമുള്ളയാൾക്കും അത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. പ്രവാചകന്റെ ചരിത്രത്തിൽ നിങ്ങൾ കാണാൻ സാധിക്കും. ജൂതസ്ത്രീയുടെ അല്ലെങ്കിൽ ജൂതരായ ആളുകളുടെ പോലും മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അതിനെ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് അങ്ങനെയാണ് ഈ രാജ്യത്ത് മയ്യത്തുകളോട് പോലും പെരുമാറേണ്ടത് എന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ മരിച്ചത് അത് CPM ആവട്ടെ, RSSകാരനാവട്ടെ, NDFകാരനാവട്ടെ, മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്കാരനാവട്ടെ, അവന് മാനസികമായ പരിഗണന നൽകിക്കൊണ്ട് ആ മയ്യത്തിനോട് നാം കാണിക്കുന്ന നമ്മുടേതായ ബഹുമാനങ്ങളുണ്ട്. അതുപോലും കാണിക്കാൻ തയ്യാറാകാത്ത CPMന്റെ ക്രൂരന്മാരാണ് ഈ നാട്ടിലുള്ളത്. ഈ മയ്യത്ത് മറവ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതും ഏറ്റവും ഭയപ്പെടുത്തുന്നതുമായ അനുഭവങ്ങളാണ്. തിരിച്ചു പോകുന്നത് ഒരു MLA ഉൾപ്പെടെയുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ആ കുന്നിൻ പുറത്തു നിന്നും ബോംബെറിയാനും അതുപോലെ തന്നെ കല്ലെറിയാനും ഞങ്ങളുടെയൊക്കെ വാഹനങ്ങൾ എറിഞ്ഞു തകർക്കാനും മാത്രം CPMകാർ എന്നിവിടെ കാണിച്ചു കൂട്ടിയ അത്തരത്തിലുള്ള ആ ഭീകരമായ ആക്രമണങ്ങൾ, ആ തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ തന്നെയും നിങ്ങൾ പിടിച്ചു നിന്നുകൊണ്ട് ഈ പ്രദേശത്ത് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, സാമൂഹിക പ്രവർത്തനം നടത്തുന്നത്, സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്നത്, തീർച്ചയായും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു വിജയമുണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക പ്രവർത്തനം എന്ന് പറയുന്നത് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അവന്റെ ആരാധനകൾ കഴിഞ്ഞുള്ള ഒരു സമൂഹത്തോടുള്ള അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് സാമൂഹിക പ്രവർത്തനം വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയുള്ള വിശ്വാസ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനങ്ങൾ, പാവപ്പെട്ടവർക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ, പാവപ്പെട്ട ആളുകൾക്കുള്ള മറ്റു തരത്തിലുള്ള വിവിധങ്ങളായ റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ ആ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നാം നടത്തുന്നതാണ്. അതുകൊണ്ട് ഈ പ്രദേശത്ത് നിങ്ങൾക്ക് ഏതെല്ലാം തരത്തിലുള്ള എതിർപ്പുകളുണ്ടെങ്കിലും ഏതെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നിങ്ങളെ സഹായിക്കാൻ ഈ നാട്ടിലെ ആഭാരവൃത്തം ജനങ്ങളും ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തെയും കേരളത്തിൽ നിന്നും വിവിധ ലോകങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളുടെയും പിന്തുണ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിശക്തമായ പ്രവർത്തനങ്ങളുമായി ഈ നാട്ടിൽ മുന്നേറണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാജ്യത്തിനുള്ള ഈ നാടിനുള്ള ഈ അപഖ്യാതികൾ നീക്കിക്കൊണ്ട്